ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനാകാൻ പോകുന്ന വി നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വി നാരായണൻ ISRO ചെയർമാനായി മാറുന്നു. നിലവിൽ LPSC മേധാവിയാണ്. കന്യാകുമാരി സ്വദേശിയാണ്. പഠിച്ചതും ജീവിക്കുന്നതും തിരുവനന്തപുരത്താണ്. 7 വർഷമായി LPSC ഡയറക്ടറാണ്. റോക്കറ്റ് എൻജിൻ സാങ്കേതിക വിദ്യയിൽ വിദഗ്ധനായ അദ്ദേഹം ക്രയോമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. C-25 ക്രയോജനിക് എൻജിൻ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ് വി നാരായണൻ. ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ വിക്ഷേപണ വാഹനമായ LVM-3യുടെ നിർണായകമായ ഭാഗമാണ് ഈ എൻജിൻ. GSLV Mark III വിക്ഷേപണത്തിലും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 2 ലാൻഡിംഗ് ദൗത്യത്തിൻ്റെ പരാജയം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനുമാണ് വി നാരായണൻ. ISRO ചെയർമാനാകുന്ന 12ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. 6ാമത്തെ മലയാളിയും. ഇദ്ദേഹമാണ് വി നാരായണൻ. ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി, ബഹിരാകാശ കമ്മീഷൻ ചെയർമാൻ എന്നീ ചുമതലകളും അദ്ദേഹം വഹിക്കേണ്ടതായി വരും. ഡോക്ടർ S. സോമനാഥ് സ്ഥാനമൊഴിയുന്ന 14-ന് അദ്ദേഹം ചുമതലയേൽക്കും. ISRO ചെയർമാൻ സ്ഥാനത്തെത്തിയ മലയാളികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. MGK മേനോൻ, K. കസ്തൂരിരംഗൻ, മാധവൻ നായർ, രാധാകൃഷ്ണൻ, S. സോമനാഥ്, വി നാരായണൻ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.